പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അമേരിക്ക എന്തൊക്കെ ഉണ്ടാക്കിയാലും അത് വളരെ ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സ്മാർട്ടസ്റ്റ് മോഡൽ നമ്മുടേതാണ് എന്നുള്ള രീതിയിലൊക്കെ അവരിങ്ങനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചൈന പിറകിൽ വന്നിട്ട് അതിന് ഫ്രാക്ഷൻ ഓഫ് എ കോസ്റ്റിൽ ഷൂ സ്ട്രിങ് ബജറ്റിൽ എന്നൊക്കെ പറയില്ല, ഒരുപാട് സാങ്ഷൻസ് ചൈനയ്ക്ക് മേലെയുണ്ട്, ചിപ്പുകൾ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. സ്റ്റിൽ അമേരിക്കയുടെ മോഡലുകളെ കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചൈനീസ് മോഡലുകൾ ഈവൻ മൈക്രോ സെക്കൻഡ് ഗ്യാപ്പൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ അത്ര കുറഞ്ഞ ഗ്യാപ്പിൽ മാത്രം ചൈനയുടെ മോഡലുകൾ വരുന്നു, മാർക്കറ്റിനെ കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു പുതിയ കാര്യം വന്നു. അപ്പോൾ ഇൻ്റലിജൻസ് ഈസ് എവരിവെയർ എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് വരികയാണ്. ഇൻ്റലിജൻസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു മോഡലും പിന്നെ ചിപ്പിൻ്റെ മേലെയുള്ള കൺട്രോളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതെന്ന് മാറിയിട്ട് എന്ത് അമേരിക്ക ഉണ്ടാക്കിയാലും അതിനെ ചീപ്പായിട്ട് ചൈന കോപ്പി അടിക്കും എന്നുള്ളതിലേക്കോ, ഇവൻ കോപ്പി അടി എന്ന് പറയേണ്ട, അവരുടേതായ രീതിയിൽ ഒരുപാട് ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചൈന മാച്ച് ചെയ്യുന്നു എന്നുള്ള നിലയിലേക്ക് ലോകത്ത് വന്നു. ഇപ്പം നമ്മളെങ്ങനെ ഇതിൽ ചിന്തിക്കണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ ഏതാണോ നല്ലത് അതെടുത്താൽ മതി. കാരണം ഇത് രണ്ടും നമ്മൾ ഉണ്ടാക്കാത്തതുകൊണ്ട് നമുക്കതാണ് ഈസി. ഇൻ്റലിജൻസിന് ഒരു കോസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അല്ല, ഇൻ്റലിജൻസിൻ്റെ കോസ്റ്റ് എഗെയിൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ചൈന കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസ് അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രികൾ വലിയ ഡാറ്റാ സെൻറ്ററുകൾ ഉണ്ടാക്കുന്നു, ബില്യണോ അല്ലെങ്കിൽ ട്രില്യൺ കണക്കിനോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മേക്ക് ചെയ്യുന്നു, ലോസ് ഉണ്ടാക്കിയിട്ട് അവരുടെ ഇൻ്റലിജൻസ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട്, ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ജെമിനയോ പെർപ്ലക്സിറ്റിയോ ചാറ്റ് GPT ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമില്ലേ. അങ്ങനെയൊക്കെ അവർ മാർക്കറ്റിനെ അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ചൈന കോമ്പീറ്റൻ്റ് AI ഉണ്ടാക്കി അതിന് ഓപ്പൺ സോഴ്സ് ചെയ്ത് എല്ലാവർക്കും അവൈലബിൾ ആക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു. പല US കമ്പനികളും ചൈനീസ് മോഡലുകളിലേക്ക് പിഗ്ഗി ബാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് മാറി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ജിയോ പൊളിറ്റിക്കലി വലിയ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എന്താ വെച്ചാൽ ചൈനീസ് മോഡലുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഇനി US ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയാത്ത വിഷയം ഉണ്ടാവാം. ഇനി അതല്ല, ചൈനയോട് ഒരു ആൻറ്റി ചൈന സ്റ്റാൻഡുള്ള ആൾക്കാർക്കും അത് വലിയ പ്രശ്നമായിരിക്കും. ബട്ട് ദെൻ പല കമ്പനികളും അവരുടെ ബാക്ക് എൻഡ് ചൈന കമ്പനികളിലേക്ക് മാറ്റി എന്നുള്ള കാര്യം പറയുന്നുണ്ട്, ഈ API ആക്സസും മറ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിനിടക്കാണ് ഓപ്പൺ AIയുടെ കോഡ് റെഡ് ഇഷ്യൂ ചെയ്തതെന്നുള്ള വാർത്ത നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. കോഡ് റെഡ് ഇഷ്യൂ ചെയ്തത് ശരിക്കും ഇതൊരു കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെയാണ്. Gemini 3 ഇറങ്ങിയത് കാരണമാണ് ഓപ്പൺ AI കറൻ്റ്ലി കോഡ് റെഡ് ഇഷ്യൂ ചെയ്തത്. 3 വർഷം മുൻപേ ചാറ്റ് GPT ഇറങ്ങിയത് കൊണ്ടാണ് ഗൂഗിൾ കോഡ് റെഡ് ഇഷ്യൂ ചെയ്തത്. കോഡ് റെഡ് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എല്ലാ പരിപാടി നിർത്തി വെച്ചിട്ട് എല്ലാവരും ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാണ്. ചാറ്റ് GPT എന്നുള്ള ഒറ്റ പ്രൊഡക്റ്റിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് മോഡൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ നിലവിൽ അവർക്കുള്ള മോഡലും അതിൻ്റെ ഓഡിയൻസിനെയൊക്കെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള റിയാലിറ്റിയിലേക്ക് ചാറ്റ് GPT വന്നപ്പോൾ അവർ കോഡ് റെഡ് ഇഷ്യൂ ചെയ്തു. ഗൂഗിളാണ് ഇതിൻ്റെ ഒരു പ്രൈമറി എന്നുണ്ടെങ്കിലും ഈ സിഫു AI ഉണ്ടല്ലോ, ആക്ച്വലി IPOയിലേക്ക് പോവുകയാണ്. അവർക്ക് ഒരുപാട് പേയിങ് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ ഡയറക്റ്റ്ലി കോമ്പീറ്റ് ചെയ്യുന്നത് ഐ തിങ്ക് ക്ലോഡുമായിട്ടൊക്കെയാണ്. കാരണം ക്ലോഡാണ് ഇപ്പോൾ കോഡിങ്ങിൽ അടിപൊളിയായിട്ടുള്ളതെന്ന് ഈ ഇൻഡസ്ട്രിയിലുള്ളവരെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പോൾ $20 ക്ലോഡ് അവരുടെ പ്രീമിയം പാക്കേജിന് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം 20 യുവാനാണ് നിലവിൽ ഈ സിഫു AI വാങ്ങുന്നത്. അതിന് അവർക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ മാർക്കറ്റിനെ ഇടിക്കുന്നത് നോക്കണം. $20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലേക്ക് ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് 1800-1900 രൂപയായി. അതേസമയം 20 യുവാൻ എന്ന് പറയുമ്പോൾ 250 റുപ്യയുള്ളൂ. അപ്പോൾ ആ മാറ്റം, ആ കോസ്റ്റ് അഡ്വാൻറ്റേജ് നന്നായിട്ട് ആര് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ചൈന കമ്പനികൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അമേരിക്കൻ കമ്പനികൾക്ക് ഈ വാല്യുവേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കിമി K2ൻ്റെ മൂൺഷോട്ട് AI എന്നുള്ള കമ്പനിയുടേതാണ്. അവരുടേത് 3 ബില്യൺ ആണ് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നാണ് കണ്ടത്. ഈ സിഫു AIയും ഏകദേശം 3 ബില്യൺ ആണ് വാല്യുവേഷൻ. ഇവർ കോമ്പീറ്റ് ചെയ്യുന്ന ഓപ്പൺ AIയുടെ വാല്യുവേഷൻ, അതേ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പൺ AIയുടെ വാല്യുവേഷൻ 500 ബില്യൺ ആണ്. ഇനി ആന്ത്രോപിക് അഥവാ ക്ലോഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇറക്കുന്ന കമ്പനി, അവരുടെ കറൻറ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറയുന്നത് 300 ബില്യൺ ആണ്. അപ്പോൾ ഇത് ബില്യൺസിനൊന്നും ഒരു വിലയില്ലാത്ത രീതിയിൽ അവരുടെ വാല്യുവേഷൻ ഉണ്ട്. ബട്ട് ദെൻ അവിടെ അതേ കോമ്പീറ്റൻസ് ഉള്ള ചൈന പ്രൊഡക്റ്റുകൾ അതിൻ്റെ ഒരുപാട് താഴെയുള്ള 100-1 വാല്യുവേഷനൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് മാർക്കറ്റിൻ്റെ ഒരു പാരഡോക്സ് ആണ്. ഇത് ലൈക്ക് US ഫണ്ടിങ് കിട്ടാൻ അവർക്ക് ഭയങ്കര ഈസിയാണ്. ചൈനയിൽ അവർക്ക് ഒരുപാട് സാങ്ഷൻസ് റെസ്ട്രിക്ഷൻസ് ഉള്ള കാരണം അവരതിൽ ബ്യൂട്ടിഫുള്ളായി ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഇത് നിലവിൽ നല്ലൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്.